ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൺ ടൈം പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫോട്ടോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ പിക്സൽ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും പുതുതായി PSC രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ പണ്ട് നിങ്ങൾ അക്ഷയ വഴിയൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. 10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫോട്ടോ നിങ്ങൾക്ക് പുതിയത് അപ്ലോഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഫോട്ടോയുടെ പിക്സൽ എത്രയാണ് എന്നുള്ളതാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ ഫോട്ടോഗ്രാഫ് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു സൈസിലോട്ട് എത്തിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷനും നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഏതാണ്, അതിലെങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു സൈസിലോട്ടും ഈ ഒരു പിക്സലിലോട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അക്ഷയയിലൊന്നും പോകേണ്ട കാര്യമില്ല. വീട്ടിലിരുന്ന് തന്നെ ഫോൺ ത്രൂ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്കിനി കാര്യത്തിലോട്ട് വരാം. നമ്മൾ ഇവിടെ PSCയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിൻ്റെ പിക്സൽ സൈസ് 150x200, അതായത് 150 വിഡ്ത്ത് 150 ആയിരിക്കണം, അതിൻ്റെ ഹൈറ്റ് 200 ആയിരിക്കണം. ഓക്കെ അല്ലേ പിക്സൽ? ഇനി ഇതിൻ്റെ മാക്സിമം സൈസ്, ഈ ഫോട്ടോൻ്റെ മാക്സിമം സൈസ് 30 KB വരാൻ പറ്റത്തുള്ളൂ. 30 KBയിൽ കൂടുതലാണെങ്കിൽ ഈ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഈ ഫോട്ടോയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് എന്നുള്ളത് പറയാം. അതായത് ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം? ലൈറ്റ് ഷെയ്ഡിലുള്ളതായിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വിസിബിൾ ആവുകയും വേണം. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡിൽ കൊടുക്കുക, വിസിബിൾ ആയിരിക്കണം, നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവർ പറയുന്നത് ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആയ MS പോയിൻ്റ്, അഡോബ് ഫോട്ടോഷോപ്പ്, ജിംബൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇതിന് എഡിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഫോൺ ത്രൂ തന്നെ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് സൈസ് അതിലോട്ട് മാറ്റുകയും പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് PSC കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഇത് ഇപ്പോൾ ഫോട്ടോഗ്രാഫ് ചേഞ്ച് ചെയ്യാനെടുത്ത ആ ഒരു മെനു ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന ഇൻസ്ട്രക്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾറെഡി ഇദ്ദേഹം ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മാക്സിമം അപ്ലോഡ് ഇൻ എ ഇയർ ഹാസ് ബീൻ ലിമിറ്റഡ് ടു 3, അതായത് ഒരു വർഷം നിങ്ങൾക്ക് 3 ഫോട്ടോഗ്രാഫ്സ് മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോട്ടോഗ്രാഫ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം. ഇനി ഇവിടെ ഫോട്ടോഗ്രാഫ് എത്ര എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2024 ഈ വർഷം എത്ര എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് എത്ര സമയമായി അല്ലെങ്കിൽ എത്ര വർഷമായി എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ലാസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് 8 വർഷവും 4 മാസവും 28 ദിവസവും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അതിന് താഴെ കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, സെലക്ട് ഫയൽ ടു അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സൈസ് 30 KB ആണ്. ഇമേജിൻ്റെ ഡയമെൻഷൻസ് 150 വിഡ്ത്ത് 200 ഹൈറ്റ് ആണ്. പിന്നെ ഇമേജിൻ്റെ ടൈപ്പ് JPG ആയിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ആ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ആ എടുത്ത ഫോട്ടോയിൽ ഇതിപ്പോൾ നമ്മളാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ താഴെ നിങ്ങളുടെ പേര് ഇവിടെ എഴുതണം. അതിന് താഴെയായിട്ട് പിന്നെ നിങ്ങളുടെ എന്തും വേണം, ആ ഫോട്ടോ എടുത്ത ഡേറ്റും വേണം. അത് മസ്റ്റാണ്. അതില്ലാത്ത ഫോട്ടോ PSC ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കൺ, അത് നല്ല രീതിയിൽ ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെ ആ ഫോട്ടോൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഒരു ആപ്പിലൂടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല. അത് വേണം, ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് ഇതിന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇവിടെ പറയുന്നത് കണ്ടില്ലേ, ഇഫ് ദ അപ്ലോഡഡ് ഫോട്ടോഗ്രാഫ് ഡസ് നോട്ട് ബിയർ യുവർ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കൺ, ഓൾ അപ്ലിക്കേഷൻസ് അറ്റാച്ച്ഡ് വിത്ത് ദിസ് ഫോട്ടോഗ്രാഫ് വിൽ ബി സമ്മർലി റിജക്റ്റഡ്. അപ്പോൾ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോയിൽ നിങ്ങളുടെ പേരും ആ ഫോട്ടോ എടുത്ത തീയതിയും ഇല്ലെങ്കിൽ നിങ്ങളുടെ
ഇതെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും, അപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യും. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പരീക്ഷകളിലൊക്കെ പോകുന്ന സമയത്ത് ചില ഉദ്യോഗാർത്ഥികൾ അവിടെ അവരുടെ ഈ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ അവരുടെ പേരും ഉണ്ടായിരിക്കില്ല, ഈ ഒരു ഡേറ്റും ഉണ്ടായിരിക്കില്ല. അത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. പുതിയ ഉദ്യോഗാർത്ഥികൾക്കാണ് കൂടുതൽ ഈ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെ ചില എക്സാം ഹാളിൽ നിന്ന് തന്നെ അവരെ പരീക്ഷ എഴുതാതെ പുറത്താക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് റിജക്റ്റായി പോകും, ഓൾറെഡി ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമെന്ന് PSC തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് നോൺ അപ്പീലബിൾ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഫോട്ടോയിൽ നിങ്ങൾ എഴുതിയ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വളരെ കൃത്യമായിട്ട് ആ ഫോട്ടോയിൽ എന്താണോ നിങ്ങളുടെ പേര് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ആ ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ആ തീയതി ഉണ്ടല്ലോ, നിങ്ങൾ ഫോട്ടോ എടുത്ത തീയതി നിങ്ങളിവിടെ ഈ ഒരു ഫോട്ടോൻ്റെ താഴെ ആദ്യം പേര്, പിന്നെ ഡേറ്റ്, ആ ഫോട്ടോ എടുത്ത ഡേറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എന്താ, 24/10/2024 എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തത് അത് ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പേരാദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഫോട്ടോയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ, പിന്നെ നിങ്ങളുടെ ഫോട്ടോ എടുത്ത ഡേറ്റും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഒരു സേവിൻ്റെ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ആ പഴയ ഫോട്ടോ ആണ് നിങ്ങളതെങ്കിൽ അത് മാറി പുതിയത് വരും. അല്ലെങ്കിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ ഫോട്ടോ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അറിയുന്നവരെന്ത് ചെയ്യുക, ക്ഷമിക്കുക. ഇതൊക്കെ ആണോ ഇത്ര വലിയ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ PSC എന്ന് പറയുന്ന ആ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ റിജക്റ്റായി പോകുക എന്ന് പറഞ്ഞത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ പറയുന്നത്. എനിക്കറിയാം വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി. ഓക്കെ, നമ്മുടെ ഈ ഫോട്ടോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നെയിമും അതുപോലെ തന്നെ ഡേറ്റും ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്യാം, സിമ്പിളാണ്. സോ മറ്റു വീഡിയോയും കാണാം. ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. താങ്ക്